ജിൻസാറാണ് ഇതിന്റെ ആള്. വായിച്ചു നോക്കിയത് എന്തിനാ വോയിസ് മൊഡ്യൂള്? ഓപ്പൺ സിസ്റ്റം ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോയിസ് മൊഡ്യൂൾ വിളിക്കാം. അല്ല ഫയർ ചെയ്യാനില്ല, നമുക്ക് വീടുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ അധികം ഉപയോഗിക്കാറില്ല വോയിസ് മൊഡ്യൂൾ. വോയിസ് മൊഡ്യൂൾ കുറച്ച് മനസ്സിലുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ എക്സാമ്പിൾ കൊടുത്തേക്കാണ്. അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് ഇവിടെ നമുക്ക് ഫയൽ വോയിസ് മൊഡ്യൂൾ യൂസ് ചെയ്യാൻ നമുക്ക് ഫയൽ വരിക 28 മൊഡ്യൂൾസ്. ഇങ്ങനെ മൊഡ്യൂൾ കാണിക്കാൻ വോയിസ് ഈക്വൽ ടു റിക്വയർ വോയിസ് മൊഡ്യൂൾ റിക്വയർ ചെയ്യാം. മറ്റെന്താ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ്. ഇതിനകത്ത് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. OS ഡോട്ട് പ്ലാറ്റ്ഫോം നോക്കാം. നമ്മുടെ കറന്റ് പ്ലാറ്റ്ഫോം മതി. അത് നമ്മുടെ ഏത് OS പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ കമ്പ്യൂട്ടർ അത് നോക്കാം. ഡാർവിൻ അത് മാക്കിന്റെ പ്ലാറ്റ്ഫോം. നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ വോയിസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അങ്ങനെ കാര്യം നോക്കാം. നമുക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, വോയിസ് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വോയിസ് ഡീറ്റെയിൽസ് എടുക്കണം. വോയിസ് വിളിക്കാം. അടുത്താണ് ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ. അതാണ് HTTP മൊഡ്യൂൾ. എന്താ HTTP എന്നുവെച്ചാൽ ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ എല്ലാ സാധനം കാണാറുണ്ട്. ആ URL അടിക്കുന്ന സമയത്ത് HTTP അല്ലെങ്കിൽ HTTPS വരാറുണ്ട് ഇല്ലേ? അത് സംഭവം അതെന്താ സംഭവം എന്താ? അതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്ന് വെച്ചാൽ റൂൾ ഇല്ല. എന്തിനുള്ള റൂൾ ആയിരിക്കും? ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എത്രയുണ്ട്? അത് എത്ര ഉള്ളൂ? ഇന്തല്ല, അതായത് ഇത്രേ ഉള്ളൂ. 2 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വരിക. എന്തോ അത് തന്നെ. അതായത് അതായത് ഇതിങ്ങനെ ആച്ചോ 2 സിസ്റ്റം ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടുന്ന് ഈ 2 സിസ്റ്റം ഉണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ആണെന്ന് വെച്ചാൽ ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യും? ഒരു സാധനം സെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ എന്തോ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഗൂഗിൾ കയറിയിട്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്നതാണ്. അപ്പൊ എന്താ നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ട്, യൂട്യൂബിൽ സർവർ ഉണ്ട്. അവിടെ ഇങ്ങോട്ട് നമ്മൾ ഡാറ്റ ആയിരിക്കും. ഇവിടെ അങ്ങോട്ട് ആദ്യം എന്ത് യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുന്ന റിക്വസ്റ്റ് അങ്ങോട്ടേക്കും. അപ്പൊ റെസ്പോൺസ് ആയിട്ട് വരും. ഇത് കിട്ടുന്ന സമയത്ത് ഈ 2 സാധനം ഉണ്ടല്ലോ. ഓക്കെ, ഈ 2 കമ്പ്യൂട്ടറിന് അറിയണം ഏത് ഫോർമാറ്റിലാണ് ഡാറ്റ അയക്കുന്നത്, ഏത് ഫോർമാറ്റ് റിസീവ് ചെയ്യണം, ഏത് ഫോർമാറ്റ് തിരിച്ചയക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ഇപ്പം 2 സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സിസ്റ്റം ഇവിടെ അയക്കുന്ന ഡാറ്റ അപ്പുറത്തെ സിസ്റ്റം അറിഞ്ഞൂടെന്ന് വെച്ചാൽ ആ ഫോർമാറ്റ് എന്ത് അറിഞ്ഞൂടാ, പബ്ലിക് കൂടി അറിഞ്ഞൂടാ എങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇന്റർനെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും ഒരു കോമൺ റൂൾ സെറ്റ് ചെയ്യും. ഇന്ന രീതിയിൽ വേണം സെൻഡ് ചെയ്യാൻ, ഇന്ന കീഴിൽ വേണം സെൻഡ് ചെയ്യാൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനത്തെ റൂളാണ് HTTP. അപ്പൊ ഈ ഹൈപ്പർടെക്സ്റ്റ് അതുപോലെ ഈ ഡാറ്റാസ് ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഈ റൂളാണ് എല്ലാ സിസ്റ്റം ഫോളോ ചെയ്യാം. ഓക്കെ, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേറെ FTP എന്ന് പറയില്ലേ, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അത് വേണം. ഇതുപോലെ ഇതിപ്പോൾ ഇന്റർനെറ്റ് വഴി എന്തെങ്കിലും ഡാറ്റ അങ്ങോട്ട് പാസ് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂളാണ് HTTP. HTTPS എന്ന് പറയുമ്പോൾ കുറച്ച് സെക്യൂർ ആവും. അതായത് നമ്മൾ അയക്കുന്ന ഡാറ്റ എൻകോഡ് ചെയ്ത് അയക്കാം. അപ്പൊ അപ്പുറത്ത് റിസീവ് ചെയ്യുന്ന ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് ആ റൂൾ. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന HTTP എന്ന് പറയുന്ന മൊഡ്യൂൾ സെറ്റാണ്. അപ്പൊ ഈ മൊഡ്യൂൾ എന്തിനായിരിക്കും? ഇന്റർനെറ്റ് വഴി ഡാറ്റ അങ്ങോട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയുള്ള മൊഡ്യൂളാണ്. ഓക്കെ, അതായത് നമുക്ക് സർവർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു സർവർ എന്ന് വെച്ചാൽ എന്താ? ഇന്റർനെറ്റ് കൂടെ വരുന്ന റിക്വസ്റ്റ് ഇതുണ്ടായിരുന്നേ. ഓക്കെ, ഇപ്പൊ ഇന്റർനെറ്റ് വഴി നമ്മൾ അയക്കുന്ന റിക്വസ്റ്റ് ഇപ്പം നമ്മൾ പ്രോഗ്രാം എഴുതി വെക്കുന്നു. ഇന്റർനെറ്റ് വഴി നമ്മൾ ഈ പ്രോഗ്രാമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ റിക്വസ്റ്റിനെ അത് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അയക്കണം ഇല്ലേ? അങ്ങനത്തെ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഈ മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. ഈ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ പ്രോഗ്രാംസ്. ഓക്കെ, അത് വായിച്ചു നോക്കിയേ. HTTP servers and making HTTP request. ഇപ്പോൾ പറഞ്ഞത് HTTP servers ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് HTTP മൊഡ്യൂൾ. HTTP സർവർ എന്ന് പറയുന്നത് HTTP റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന സർവേഴ്സ് മീൻസ് കമ്പ്യൂട്ടേഴ്സ്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് HTTP മൊഡ്യൂൾ. ഇത് ഉപയോഗിച്ച് നമുക്ക് സർവേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ റിക്വസ്റ്റ് അയക്കാം മറ്റ് സർവറിലേക്ക്. HTTP സർവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു കമ്പ്യൂട്ടർ വിത്ത് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന് വരുന്ന HTTP റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ആ പ്രോഗ്രാമിലേക്ക് ഒരു റിക്വസ്റ്റ് അയച്ചാൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന് തിരിച്ചയക്കാൻ പറ്റും. ഓക്കെ, ഇന്റർനെറ്റ് വഴി റിക്വസ്റ്റ് അയക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സർവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ HTTP മൊഡ്യൂൾസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി എന്താ സർവർ എന്താ? അത് വായിച്ചു നോക്കിയേ. A server is a computer program or a device that provides services or resources to other programs or device known as client over a network. Okay, അതായത് സർവർ എന്ന് പറയുന്നത് സർവ് ചെയ്യുന്ന ഒരാൾ എന്നാണല്ലോ. എന്തോ സർവ് ചെയ്യുന്ന ഒരാൾ എന്നാണ് സംഭവം. സർവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണല്ലോ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ ആ പ്രോഗ്രാം കൂടെ ചേർത്തിട്ടാണ് എപ്പോഴും സർവർ എന്ന് പറയാം. ഓക്കെ, ഈ പ്രോഗ്രാമിന്റെ ഒരു ധർമ്മം എന്ന് വെച്ചാൽ ഇതിലേക്ക് എന്ത് ചെയ്യും? മറ്റ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ട് ചിലപ്പം ഇതിന് വേണ്ട ഡാറ്റ ആവാം. അതായത് ആ ഒരു കമ്പ്യൂട്ടറിന് വേണ്ട ഡാറ്റ ആവാം. ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യും. അതല്ലെങ്കിൽ ഇതിന് സർവീസ് ആവാം. ഇപ്പോൾ സർവീസ് ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാൻവ യൂസ് ചെയ്യുന്നു. ഈ ക്യാൻവ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പോൾ നമ്മുടെ ബ്രൗസറിലുണ്ട്. അതുപോലെ തന്നെ ഇത് സർവറിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത സർവീസ് ചെയ്യും ഇല്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണ്ട സർവീസ് ആവേണ്ട. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ വെച്ചത് ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആ സർവർ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകും. ആ കമ്പ്യൂട്ടർ കണ്ടിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നത്. അവിടെ നമുക്ക് റെസ്പോൺസ് ആയിട്ട് റിമൂവ് ചെയ്ത ഇമേജ്. അപ്പോൾ ഒരു സർവീസ് ആണ് ഇല്ലേ? നമ്മൾ ഗെയിം കളിക്കുന്നു, ഗെയിം സർവീസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ എന്താ ഫോണിലുണ്ടെങ്കിലും ആക്ച്വലി എല്ലാം നടക്കുന്ന ആ സർവർ നടത്താം ഇല്ല. അതാണ് നമുക്ക് അറ്റ് ടൈം തന്നെ വേറെ യൂസറിനെ കാണാൻ പറ്റുന്നത് ഇല്ലേ? അപ്പം അവിടെയൊക്കെ നമ്മൾ സർവീസ് ആണ് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ സർവീസ് ആയിരിക്കും ഓവർ നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ ആയിരിക്കും അവിടെ എടുക്കുക. അപ്പം അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഈ സർവർ. മനസ്സിലായത്? ഓക്കെ, സർവീസ് ആർ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ക്ലയന്റ് സർവർ ആർക്കിടെക്ചർ. നമ്മുടെ മെയിൻ ആയിട്ട് ഇന്റർനെറ്റിലുള്ള ഒരു ആർക്കിടെക്ചർ ആണ് ക്ലയന്റ് സർവർ ആർക്കിടെക്ചർ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഈ ക്ലയന്റ്. നമ്മളാണ് എപ്പോഴും ക്ലയന്റ്. ഓക്കെ, നമ്മളിപ്പോൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നു, നമ്മളാണ് അവിടുത്തെ ക്ലയന്റ്. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ കയറുന്നു, ഏതോ ഒരു സർവറിന്റെ റിക്വസ്റ്റ് ഒരു ലിങ്ക് അടിച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് റെസ്പോൺസ് ആയിട്ട് ഡാറ്റ കിട്ടും. അവിടെ ആ ഡാറ്റ റിസീവ് ചെയ്യുന്ന ആളാണ് ക്ലയന്റ്. ഡാറ്റ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആവാം, യൂട്യൂബിലെ വീഡിയോ ആവാം, ഓഡിയോ എന്തോ ഇതെല്ലാം ഡാറ്റ ആണല്ലോ. അപ്പം അത് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? സർവർ. അപ്പം അവിടെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്, ക്ലയന്റ് സർവർ ആർക്കിടെക്ചർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കാൻ അങ്ങോട്ട് അവിടെ ക്ലയന്റ് സർവർ ഇല്ല. കാര്യം ഞാൻ ഇവിടെ അങ്ങോട്ട് അയക്കുന്നു, അവിടെ രണ്ടുപേരും എന്താ
രണ്ടുമാണ്, ക്ലയന്റ് സെർവറാണ്. ഇപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, എൻഡ് ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഉണ്ടോ? പിയർ ടു പിയർ, അതായത് നമ്മുടെ ഇതില്ലേ നമ്മുടെ ടൊറന്റ് വർക്ക് ചെയ്യുന്ന അവിടെ ഒരു എന്താ ഒരു ക്ലയന്റോ സെർവർ അങ്ങനെയൊന്നുമില്ല. പിയർ ടു പിയർ അവിടെ സംഭവിക്കുന്നത് ഞാൻ തന്നെ ക്ലയന്റ് ആണ്, ഞാൻ സെർവറാണ്. അതായത് ഇപ്പം ഈ ടൊറന്റ് വർക്ക് ചെയ്യുന്നത്, ഇപ്പൊ എന്റെ ഒരു സിനിമ ഉണ്ട്, പുതിയൊരു സിനിമ പ്രിന്റ് കിട്ടിയത്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇത് ടൊറന്റിലേക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ടൊറന്റിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും, അതിലേക്കാണ് അപ്ലോഡ് ആവുക. എന്നിട്ട് ഇത് എന്ത് വെച്ചാൽ വേറെ 10 പേര് ഡൗൺലോഡ് ചെയ്തു, 10 പേര് ഡൗൺലോഡ് ചെയ്തു, 10 പേരും കമ്പ്യൂട്ടറിൽ സാധനമുണ്ട്, 10 പേരും കമ്പ്യൂട്ടറിൽ ടൊറന്റ് ഉണ്ട്. നിങ്ങൾ സീഡിംഗ് ഉണ്ടോ? പണ്ട് സീഡിംഗ് ഒരു സാധനം കഴിയും. അപ്പൊ സംബന്ധിച്ചാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ റിമൂവ് ചെയ്യുന്നത് ടൊറന്റ് ഡൗൺലോഡ് ചെയ്താൽ ആ സോഫ്റ്റ്വെയർ തന്നെ കിടക്കുന്ന സാധനം. അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് വേറെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അയാൾ കിട്ടും. അതായത് ഇന്ന സർവർ നല്ല എടുക്കുക. നമ്മൾ നെറ്റ് ഓൺ ആണെങ്കിൽ ഇപ്പം അയാൾ നമ്മൾ ഏറ്റവും കൂടുതൽ സീഡുള്ള സാധനം നമുക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ആവാം. കാര്യം ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം, തൊട്ടടുത്ത് കുറച്ച് ദൂരെ ഒരാൾ ഇത് ചെയ്യുന്നുണ്ട്, അയാൾ പോലും അറിയുന്നില്ല, അയാൾ ചിലപ്പോൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ വേറെ ചെയ്യും. അപ്പോൾ ടൊറന്റ് റണ്ണിങ് ആയിരിക്കും, അവിടെ റണ്ണിങ് ആണ്. അത് ഈ ഒരു ഇടയ്ക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, അത് ഇവിടുന്ന് തീരുമാനിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നതാണ്, ഏറ്റവും സ്പീഡിൽ ഇന്റർനെറ്റ് നോക്കിയിട്ട് അതനുസരിച്ച്. അവിടെ അങ്ങനെ ഒരു ക്ലയന്റ് സെർവർ ഇല്ല, പിയർ ടു പിയർ ആണ്. ഞാൻ ടൊറന്റ് വർക്ക് ചെയ്യാം. ഇത് ഈ കേസിൽ അതാണ് ഇത് റിമൂവ് ചെയ്യാൻ പറ്റാത്തത്. ടൊറന്റിലെ ഡാറ്റ അവർ ഇപ്പോൾ എടുത്ത് സ്റ്റോർ ചെയ്തിട്ടല്ല ചെയ്യാം. ഇപ്പോൾ ടൊറന്റ് ഒരു സർവർ കാണും, അവിടെ സ്റ്റോർ ആവുന്നുണ്ട്, പിന്നെ അതിന്റെ കുറെ കോപ്പീസ് പലയിടത്തുണ്ട്. ഡൗൺലോഡ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ആവുന്നില്ല, പലയിടത്തും ഡൗൺലോഡ് ആവാം. അവിടെ നിന്ന് അങ്ങനെ എടുക്കുക, അതാണ് ആ ഒരു നെറ്റ്വർക്കിന്റെ കാര്യം. അതാണ് നമുക്ക് നശിപ്പിക്കാൻ പറ്റുന്നത്. കാര്യം വേറെ ഇഷ്ടം പോലെ 10 പേർ. കാര്യം അതൊരു ഒരു സർവർ എന്ന് പറഞ്ഞ സാധനം നശിപ്പിക്കാൻ പറ്റില്ല. അല്ലേ ഇവിടെ ക്ലയന്റ് സർവർ, ഒരു സർവറാണ്, ക്ലയന്റ് എപ്പോഴും സർവറിൽ ക്ലയന്റ് സർവർ വർക്ക് ചെയ്യുന്നത്, ക്ലയന്റ് എന്തെങ്കിലും വേണമെങ്കിൽ ക്ലയന്റ് ആദ്യം ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് സർവർ കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് ക്ലയന്റ് സർവറിൽ കഴിക്കുന്ന റിക്വസ്റ്റ്, ഓക്കെ, സർവർ തിരിച്ചു ചെയ്യുന്ന റെസ്പോൺസ് പറയാം. എപ്പോഴും ഒരു റിക്വസ്റ്റ് ചെയ്യുന്ന റെസ്പോൺസ് സർവർ ഡാറ്റ ആദ്യം ചെയ്യില്ല, അത് വേറെ ടെക്നിക്കൽ പുഷ് നോട്ടിഫിക്കേഷൻ പറയുന്നത് വേറെ സാധനം. അതല്ലാതെ ക്ലയന്റ് സർവർ ഉണ്ട്, ക്ലയന്റ് എപ്പോഴും ഒരു റിക്വസ്റ്റ് സർവറിൽ കഴിച്ചാലാണ് സർവർ റെസ്പോൺസ് അയക്കാം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സർവർ പ്രോഗ്രാം റെസ്പോൺസ് അയക്കുന്ന പ്രോഗ്രാം. ആ പ്രോഗ്രാം എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്ലയന്റ് അയക്കുന്ന റിക്വസ്റ്റുകൾ മനസ്സിലാക്കും. അപ്പോൾ ക്ലയന്റ് ചുമ്മാ എന്ത് അയക്കാൻ പറ്റില്ല, നമ്മളോട് സർവർ എഴുതി വെക്കും, ഇന്ന റിക്വസ്റ്റ് ആണ്, ഇന്ന രീതിയിലുള്ള റിക്വസ്റ്റ് ആണ് വരുന്നത്, ഇത് അയക്കാം, വേറെ രീതിയിലാണ് വരുന്നത് അത് അയക്കാം. അപ്പോൾ അതല്ലാതെ വേറെ റിക്വസ്റ്റ് വന്നാൽ അതിനറിയത്തില്ല. ചുമ്മാ എന്ത് ഒരു മനുഷ്യനല്ലോ, ഒരു പ്രോഗ്രാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും, കണ്ടീഷൻ പോലെ സെറ്റ് ചെയ്യും, ഇന്ന റിക്വസ്റ്റ് ആണ് വരുന്നെങ്കിൽ ഇന്ന അയച്ചു കൊടുക്കുക. അപ്പോൾ അത് സർവർ ഉണ്ടാവും. ഈ സർവർ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ റൺ ചെയ്യും, ഇത് ഒരിക്കലും എക്സിറ്റ് ആവില്ല. ഓക്കെ, എക്സിറ്റ് ആയിരുന്നില്ലേ, ഇത് റൺ ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറയില്ല ഇവന്റ് റിവൺ എന്ന് പറയില്ലേ, അപ്പം അവിടുത്തെ ഇവന്റ് എന്ന് പറയുന്നത് എന്താ, ആ റിക്വസ്റ്റ് ആ യൂസർ അയക്കുന്ന ക്ലയന്റ് അയക്കുന്ന റിക്വസ്റ്റ് ആണ് അവിടുത്തെ ഇവന്റ്. അപ്പം ക്ലയന്റ് അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും, റിക്വസ്റ്റ് എല്ലാം വരുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, റിക്വസ്റ്റ് വന്നാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, റെസ്പോൺസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ക്ലയന്റ് സർവർ ആർക്കിടെക്ചർ. ബാക്കി വൈസ് ഗെയിം വൈൽ യൂസിംഗ് കമ്പ്യൂട്ടിംഗ് ടു ഡിസ്ട്രിബ്യൂട്ട് വർക്ക്ലോഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിവൈസസ്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഇത്. ഇവിടെ ക്ലയന്റ് ഉണ്ട്, ക്ലയന്റ് ഇവിടുന്ന് റിക്വസ്റ്റ് അയക്കുന്നു, സെർവർ ഉണ്ട്, റെസ്പോൺസ് അയക്കുന്നു. ഇതാണ് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സർവീസ് ഉണ്ട് നമുക്ക്. ഇതൊന്ന് വായിച്ചാൽ ആദ്യമേ ആ ഒരു ജോലിക്ക് അനുസരിച്ച് ഡിഫറെന്റ് സർവീസസ് തിരിച്ചിട്ടുണ്ട്. ഒന്നാമതാണ് വെബ് സർവീസ്. വായിച്ചാൽ എല്ലാം വെബ് സർവീസാണ് അല്ലേ. അതാണ് ഡാറ്റാബേസ് സർവീസ്. അപ്പോൾ എന്താ നമ്മൾ ഡാറ്റാബേസ് വെബ് സർവീസ് നമ്മൾ പൊതുവെ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ സർവീസ് ആണ്. വെബ്സൈറ്റ് ഹാൻഡിൽ അപ്പോൾ നേരിൽ യൂട്യൂബ് എടുക്കും, അതൊക്കെ വെബ് സർവീസ് ആണ്. അതാണ് ഡാറ്റാബേസ് സർവീസ്. അപ്പോൾ അവിടെ സംഭവിക്കാം സ്റ്റോർ ആൻഡ് മാനേജ് ഡാറ്റാബേസ് ഇൻക്ലൂഡിംഗ് എന്തോ ആപ്ലിക്കേഷൻ ആണ്. അവിടെ എന്താ അത് ഹോസ്റ്റ് ചെയ്യുന്നത്, ഒരു വെബ്സൈറ്റ് അല്ലേ. അവിടെ പൊതുവെ നമ്മൾ എല്ലാത്തിനും വെബ് സർവർ എന്നാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ സാധനമല്ലേ. ഇനി ഡാറ്റാബേസ് സർവീസ് നമ്മൾ എടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ ആ സർവറിന്റെ ഡാറ്റാബേസ് ആയിരിക്കും റൺ ചെയ്യാം. മനസ്സിലായി. അതൊരു കമ്പ്യൂട്ടർ റൺ ചെയ്യുന്ന ഡാറ്റാബേസ് മാത്രമായിരിക്കും. അതിന്റെ ബേസിലാണ് നിങ്ങൾ ചെയ്യുന്നത്. മെയിൽ അയക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബേസ് ഇതെല്ലാം വെബാണ്. ആപ്ലിക്കേഷൻ സർവീസ് ഓക്കെ, ഹോസ്റ്റ് ആൻഡ് എക്സിക്യൂട്ട് ആപ്ലിക്കേഷൻസ് പ്രൊവൈഡിംഗ് സർവീസസ് ടു ക്ലയന്റ്. അപ്പോൾ അവിടെ നമുക്ക് യൂട്യൂബിൽ അങ്ങനെ ആപ്ലിക്കേഷൻ പറയാം, അത് വെബ് സർവർ ആണ്, പക്ഷേ അതിനെ എടുത്ത് പറയാൻ ആപ്ലിക്കേഷൻ പറയാം. പിന്നെ DNS സർവർ മറ്റേ ചെയ്യണോ? ഓക്കെ, ഞാൻ കഴിയുമ്പോൾ പറയാം. ഓക്കെ, അടുത്താണ് DNS സർവർ. ഓക്കെ, DNS സർവർ എന്താ പറയുക നിങ്ങൾക്ക്? ആ, ഡൊമൈൻ നെയിം സർവർ അല്ലേ. അപ്പോൾ എന്താ ഉപയോഗിക്കുന്നത്? അതായത് അതായത് ഇപ്പൊ നമ്മളിപ്പം ഒരു പ്രോഗ്രാം എഴുതി വെച്ചാൽ സർവർ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഹോസ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ അഡ്രസ് ഉണ്ടാവും, അതെന്തായിരിക്കും IP അഡ്രസ് പറയും. അല്ലാതെ അഡ്രസ് ഇല്ല, യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അഡ്രസ് കമ്പ്യൂട്ടർ ഇല്ല. എല്ലാ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഉള്ള IP അഡ്രസ് ആണുള്ളത് അല്ലേ. അതായത് ഈ 192.0.0.5 നമ്പർ ആയിരിക്കും അല്ലേ. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഈ നമ്പർ ആർക്കും ഓർത്ത് ചെയ്യാൻ പറ്റില്ല, യൂട്യൂബിലെ നമ്പർ ആണ് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ നമ്പർ ആണ് യൂട്യൂബിൽ ഓർത്ത് ചെയ്യാം, കൺഫ്യൂഷൻ വരും അല്ലേ. അപ്പം വെച്ചാൽ ഈ എന്ത് ചെയ്യും, ഈ ഹോസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലോ അതിന്റെ IP അഡ്രസ് എന്നിട്ട് ഡൊമൈൻ വാങ്ങിക്കും. ഡൊമൈൻ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് സർവീസ് ഉണ്ട്. അപ്പം ഗോഡാഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ഡൊമൈൻ വാങ്ങിക്കും, ഇഷ്ടമുള്ള ഡൊമൈൻ വാങ്ങിക്കാം. അപ്പം ഓൾറെഡി അതിന് യൂസ് ചെയ്യാൻ വാങ്ങിക്കാൻ പറ്റില്ല, ഡൊമൈൻ വാങ്ങിക്കാം. ഡൊമൈനെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും, IP കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്താൽ ഇനി നമ്മൾ ഗൂഗിളോ ഏതെങ്കിലും ബ്രൗസർ ആയിട്ട് ആ ഡൊമൈനെ വാങ്ങിച്ചു കൊടുത്താൽ എങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക, ആ IP അഡ്രസ് ഉള്ള ആ കമ്പ്യൂട്ടറിലേക്ക് പോകുക. ഇതെങ്ങനെ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡൊമൈനെ വാങ്ങിച്ചിട്ട് ഈ ഒരു IP ഡൊമൈൻ കണക്ട് ചെയ്യണം. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് DNS സർവർ എന്ന് സർവർ അവിടെ രജിസ്റ്റർ നമ്മുടെ ടെലിഫോൺ ഡയറക്ടറി പോലെ അവിടെ എല്ലാ ഡൊമൈനും അതിന്റെ IP അഡ്രസ് ഉണ്ടാവും, മാർക്കറ്റ് ഉണ്ടാവും. ഇനി നമ്മൾ ഗൂഗിൾ കയറി യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ഗൂഗിൾ ആദ്യം ചെയ്യുന്ന DNS സർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യുകയാണെങ്കിൽ അത് ഗൂഗിൾ സ്റ്റോർ ചെയ്ത് പോയി. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് അപ്പം അത് DNS സർവറിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് ചോദിക്കും യൂട്യൂബ് ഡോട്ടിന്റെ യഥാർത്ഥ IP അഡ്രസ് എന്താണ്. അപ്പോൾ അത് പിടിക്കും. എന്നിട്ട് അതിലേക്കാണ് ഗൂഗിൾ റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഫൈനാൻസ് ആയിരിക്കും സർവീസ് ആണ് DNS സർവീസ്. ഇത് ഹാൻഡിൽ ചെയ്യുന്ന നമ്മളെല്ലാം ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതായിരിക്കും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ HTTP മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകാം, നമ്മൾ ആദ്യത്തെ സർവർ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ നോഡ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, എന്നിട്ട് അതിനകത്ത് 00 സെർവർ എന്ന് കൊടുക്കുക, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫോൾഡർ ഒക്കെ നമ്മൾ റിയാക്ടിന്റെ ബൈറ്റ് ബേസിൽ ബിൽഡ് ചെയ്തത് ഇവിടെ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ നോഡ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അതിനകത്ത് 00 സെർവർ എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഫോൾഡർ VS Code ഓപ്പൺ ചെയ്യാം. നോഡല്ല, 00 സെർവർ. അതിനകത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്യാം, server.js. അപ്പം HTTP മൊഡ്യൂൾ നമുക്ക് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യും. കേട്ടോ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് കോൺസ്റ്റ് HTTP equal to require അപ്പം HTTP മൊഡ്യൂൾ നമുക്കൊരു ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെർവർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ, അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് സെർവർ. ഓക്കെ ആണല്ലോ, അപ്പോൾ സെർവർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കോൺസ്റ്റ് സെർവർ ഈക്വൽ ടു HTTP ഡോട്ട് ക്രിയേറ്റ് സെർവറിനെ കോൾ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഈ സെർവർ പ്രോഗ്രാം ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു പോർട്ട് നമ്പറിലേക്ക് നമുക്ക് ഇതിനെ റൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സാധനം ഉണ്ട്, അതാണ് ഇപ്പോൾ നമ്മൾ സെർവർ വരികയല്ലോ, അതുകൊണ്ട് സെർവർ ക്രിയേറ്റ് സെർവർ ഡോട്ട് ലിസൺ എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പോർട്ട് നമ്പർ കൊടുക്കുന്നു അവിടെ ഇത് റണ്ണോ. ഞാൻ 3000 കൊടുക്കും. പോർട്ട് നമ്പർ എന്ന് പറയുമ്പോൾ 0 മുതൽ 60,000 വരെ എത്രത്തോളം കൊടുക്കാം നമ്പർ. ഇപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള ഏതെങ്കിലും നമ്പർ ഏതെങ്കിലും പ്രോഗ്രാം യൂസ് ഉണ്ടാവും നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള. നമ്മൾ 3000 കൊടുത്ത് നോക്കും. കൊടുത്ത് നോക്കുന്ന സമയത്ത് ഇത് യൂസിങ് ഏതെങ്കിലും ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വാങ്ങി വരും, വേണമെങ്കിൽ എറർ വരും. ഇതിനൊക്കെ ഇത് ഓൾറെഡി യൂസിംഗ് ആണ്, നമ്മൾ വേറെ നോക്കാം എന്നുള്ളത്. 3000 കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ലിസണിന് നമ്മൾ ഒന്നാമത് ഫസ്റ്റ് പാരാമീറ്റർ കൊടുക്കേണ്ടത് പോർട്ട് നമ്പറും രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ പാസ് ചെയ്യാം, പോർട്ട് ഫംഗ്ഷൻ. ഓക്കെ, ഈ ഫംഗ്ഷന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് 3000 എന്ന് പറയുന്ന പോർട്ട് നമ്പറിലേക്ക് നമ്മൾ ഈ ഒരു സെർവർ പ്രോഗ്രാം റൺ ചെയ്യും. ഈ പ്രോഗ്രാം എക്സിറ്റ് ആവില്ല, റൺ ആയിക്കൊണ്ടിരിക്കും, ജസ്റ്റ് റൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് ഇത് സക്സസ്ഫുള്ളി റൺ ആയി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കോൾ ആവും. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടൈം റൺ ചെയ്യുന്നത് മാത്രമേ ഫംഗ്ഷൻ വർക്കിംഗ് ഉള്ളൂ. അതായത് ഫസ്റ്റ് ടൈം നമ്മൾ റൺ ചെയ്യുന്നു, സക്സസ്ഫുള്ളി റണ്ണിംഗ് ആണെങ്കിൽ ആ പോർട്ട് നമ്പർ ഒക്കെ കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, റൺ ആവുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ കോൾ ആവും. അതായത് ഈ ഫംഗ്ഷൻ ഞാൻ console.log ആപ്പ് ഈസ് റണ്ണിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് റൺ ആവുന്നുണ്ടെങ്കിൽ അത് ആ ഒരു മെസ്സേജ് ഇവിടെ കാണിക്കും. അപ്പോൾ റൺ ചെയ്യാം. റൺ ചെയ്യുന്നത് എങ്ങനെയാ, നോഡ് server.js ആപ്പ് ഈസ് റണ്ണിംഗ് കാണിച്ചു. നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ 3000 എന്ന് പറഞ്ഞ പോർട്ട് നമ്പർ റൺ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചെയ്യുന്നില്ല, അതിൽ കോഡൊന്നും എഴുതില്ല. എക്സിറ്റ് അങ്ങോട്ട് നോക്കിയേ, ഇല്ല, ഇപ്പോൾ ഇവിടെ റൺ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സെർവർ, റണ്ണാണ്. അപ്പോൾ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പോർട്ട് നമ്പർ റണ്ണിംഗ് ആണ്. ഓക്കെ, അപ്പം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഈ സത്യം പറഞ്ഞാൽ നമ്മൾ സെർവർ ഉണ്ടെന്ന് പറയും, ക്ലയന്റ് ഉണ്ടാവും. അപ്പം ഈ ക്ലയന്റ് എങ്ങനെ സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, റിക്വസ്റ്റുകൾ അയച്ചാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ HTTP റിക്വസ്റ്റുകൾ അയക്കാൻ വേണ്ടി നമുക്കിപ്പോൾ ഉള്ളത് ബ്രൗസറാണ്. ഓക്കെ അല്ല, ബ്രൗസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് അയക്കാം. അപ്പം അയക്കുമ്പോൾ നമ്മൾ ഏത് സെർവറിലേക്കാണ് അയക്കുന്നത് ആ സെർവറിന്റെ അഡ്രസ് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ബ്രൗസറിൽ വന്നു, അപ്പോൾ നമ്മൾ ഈ സെർവറിലേക്ക് അയക്കാൻ പോകുന്നത് 3000. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള 3000 എന്ന് പറയുന്ന പോർട്ട് നമ്പർ റൺ ചെയ്യുന്ന പ്രോഗ്രാമിലേക്കാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ സെർവർ വഴി ഇവിടുന്ന് എന്തെങ്കിലും ടൈപ്പ് അയച്ചു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ആയിട്ടാണ് പോകുക, HTTP റിക്വസ്റ്റ് ആയിട്ടാണ് പോകുക. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് കാണിക്കാൻ വേണ്ടി ലോക്കൽ ഹോസ്റ്റ്, അതാണ് ലോക്കൽ ഹോസ്റ്റ് മീൻസ് നമ്മുടെ കമ്പ്യൂട്ടർ കോളൻ. നമ്മൾ ആ പോർട്ട് നമ്പർ കൊടുത്താൽ അതിനർത്ഥം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ പോർട്ട് നമ്പർ റൺ ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങൾ സെൻഡ് കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കണേ, ഇവിടെ കണ്ടോ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നുണ്ടോ, അതായത് ഈ ഇവിടുന്ന് നമ്മുടെ ആ ഒരു പ്രോഗ്രാമിലേക്ക് റിക്വസ്റ്റ് അയച്ചു. ഓക്കെ, ഇതിങ്ങനെ കറങ്ങി നിൽക്കാനുള്ള കാര്യം റെസ്പോൺസ് വരുന്നില്ല. നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇവിടെ റിക്വസ്റ്റ് വന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ ആണല്ലോ, റിക്വസ്റ്റ് വരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രൗസർ ഇങ്ങനെ കറങ്ങി നിൽക്കാൻ വെച്ചാൽ ബ്രൗസർ എപ്പോഴും ഒരു സെർവറിലേക്ക് റിക്വസ്റ്റ് അയച്ചാൽ റെസ്പോൺസ് വരുന്ന വരുന്ന വെയിറ്റ് ചെയ്യും. ഇതിന്റെ വിചാരം നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്ത് കാലത്താൽ റെസ്പോൺസ് വരും പക്ഷേ താമസിച്ച് വരുള്ളൂ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതാണ് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. റെസ്പോൺസ് വന്നാൽ അപ്പം റെസ്പോൺസ് കാണിച്ചു തരും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ ആവശ്യം വരുന്ന റെസ്പോൺസ് വേണം. ഇപ്പോൾ റെസ്പോൺസ് എങ്ങനെ അയക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം ക്രിയേറ്റ് സെർവർ ഫംഗ്ഷൻ കൊടുത്തില്ലേ, ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ കോൾ ബാക്കിനെ പാസ് ചെയ്യണം. ഓക്കെ ആണല്ലോ, റെസ്പോൺസ് തൽക്കാലിക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് console.log റിക്വസ്റ്റ് ഇൻകമിംഗ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ചേഞ്ച് വരുത്തിയാൽ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണം. റിയാക്ടിലാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവുമായിരുന്നു. ഇവിടെ അങ്ങനെ ആവില്ല, അങ്ങനെ ആക്കാൻ പറ്റും, കുറച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് പൈസോണ്ടാണ് വന്നത്, ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ആപ്പ് സണ്ണിങ് വന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് അയക്കാൻ പോവാം. ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ പോരെ. റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് നോക്കിയേ, റിക്വസ്റ്റ് ഇൻകമിംഗ് കാണിച്ചു കണ്ടോ. പിന്നെ ക്യാൻസൽ ആയിട്ട് ഒന്നുകൂടെ റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ റിക്വസ്റ്റ് ഇൻകമിംഗ് കാണിച്ചു. അതിന്റെ കാര്യം എന്തായിരിക്കും, കാര്യത്തിലുള്ളൂ നമ്മൾ ഈ സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്രിയേറ്റ് സെർവറിലേക്ക് നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ കോൾ ആവും. ഓരോ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ആവും. ഓക്കെ ആണല്ലോ. ഈ ഫംഗ്ഷനകത്താണ് നമ്മൾ റെസ്പോൺസ് അയക്കാനുള്ള കോഡ് എഴുതുക. റിക്വസ്റ്റ് വന്നാൽ റെസ്പോൺസ് അയക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ യൂസറിന് അവിടുന്ന് പല രീതിയിലുള്ള റിക്വസ്റ്റ് അയക്കാം. ഓക്കെ ആണല്ലോ. ഇപ്പം യൂസർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് എന്തെങ്കിലും കിട്ടായി അയക്കാം. അപ്പോൾ നമ്മൾ ഈ റിക്വസ്റ്റ് നോക്കിയിട്ട് ഇന്ന സാധനം ഉണ്ട്, അപ്പോൾ ഇതാണ് വേണ്ടത് മനസ്സിലാക്കി നമ്മൾ റെസ്പോൺസ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പം യൂസർ അയക്കുന്ന റിക്വസ്റ്റുകൾ നമുക്ക് ഇവിടെ കിട്ടും. അതെന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, അതായത് ഒരു റിക്വസ്റ്റ് വന്നാൽ ഈ ഫംഗ്ഷൻ കോൾ ആണെന്ന് പറയില്ലേ, ഈ ഫംഗ്ഷൻ വെറുതെ കോൾ ആവില്ല. ഈ ഫംഗ്ഷന് രണ്ട് ഒബ്ജക്റ്റ് കിട്ടും.
ഒന്നാമത്തെ ഒബ്ജക്റ്റ് ആണ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ്. എപ്പോഴും ഫസ്റ്റ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ആണ് വരിക, റിക്വസ്റ്റ് ആണ് വരിക. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണ് റെസ്പോൺസ് ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ. ഒബ്ജക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒബ്ജക്റ്റ് ആണ്, ഒരുപാട് കീസ് ഉണ്ട്. ഓക്കെ, ഈ റിക്വസ്റ്റ് ഒബ്ജക്റ്റിനകത്ത് യൂസർ അവിടെ നയിക്കുന്ന റിക്വസ്റ്റ്, അതിന്റെ ഡീറ്റെയിൽസ്, എവിടെയാണ് അയച്ചത്, ഏത് ടൈമിലാണ് അയച്ചത്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, റെസ്പോൺസ് ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് റെസ്പോൺസ് അയക്കാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻസ് ഇതിനകത്തുണ്ട്. ഓക്കെ ആണല്ലോ. റിക്വസ്റ്റ് എന്നാൽ റെസ്പോൺസ് അയക്കാനുള്ള ഫംഗ്ഷൻ നമുക്ക് റെസ്പോൺസ് ഒബ്ജക്റ്റ് കിട്ടും. ഓക്കെ, റിക്വസ്റ്റ് ഒബ്ജക്റ്റിനകത്ത് യൂസർ അയച്ച റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ console.log റിക്വസ്റ്റ് കൊടുത്തു. റിക്വസ്റ്റ് ഒക്കെ നമുക്ക് നോക്കാമല്ലോ എന്താണ് റിക്വസ്റ്റ് അയക്കാതെ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇവിടുന്ന് റിക്വസ്റ്റ് അയക്കാൻ പോകണം. അയച്ചു. ഇവിടെ നോക്കുവാണെങ്കിൽ നോക്കിയേ, നമ്മൾ റിക്വസ്റ്റ് കൺസോൾ ചെയ്തപ്പോൾ ഒരുപാട് കീസ് ഒക്കെ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. നമുക്ക് എല്ലാം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള, അതായത് റിക്വസ്റ്റ് അയക്കുന്നത് എവിടെയാണ്, അതിന്റെ പ്ലാറ്റ്ഫോം ഏതാണ്, അങ്ങനെ ഒരുപാടുണ്ട്. ഏത് ടൈമിലാണ് അയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ കുറേ ഇന്ത്യൻ കാര്യം നമുക്ക് അറിയാത്ത കാര്യമുണ്ടല്ലോ. അപ്പം ശരി ഹാർഡ്വെയർ രീതിയിലൊക്കെ എങ്ങനെ വർക്ക്, അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് തരും. നമ്മൾ ആ ലെവലിൽ ഒരു ആപ്ലിക്കേഷൻ അല്ല ബിൽഡ് ചെയ്യുന്നത്, അപ്പോൾ ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതാണ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി അടുത്ത റെസ്പോൺസ് ഒബ്ജക്റ്റ് ഉണ്ട്. ഈ റെസ്പോൺസ് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റെസ്പോൺസ് അയക്കാം. ഓക്കെ ആണല്ലോ. നമുക്ക് റെസ്പോൺസ് അയക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വരിക, റെസ്റ്റ് എന്ന് അടിക്കാം. ഇനി ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടാകുന്ന റൈറ്റ് ഫംഗ്ഷൻ. റൈറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഒരു സ്ട്രിംഗ് ടൈപ്പ് ചെയ്യുന്നു, ഹലോ. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ ഇവിടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ റിക്വസ്റ്റ് അയക്കാൻ പോകും. ഓക്കെ, റിക്വസ്റ്റ് അയച്ചു. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ റെസ്പോൺസ് വന്നില്ലല്ലോ. അതിന് കാര്യം നമ്മളിപ്പം റെസ്പോൺസ് റൈറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കണക്ഷൻ എൻഡ് ചെയ്യണം. അതിനാണ് റെസ്റ്റോർട്ട് എൻഡ് ഉള്ളത്. അത് ഇവിടുന്ന് കണക്ട് ചെയ്തു, അതായത് നമ്മുടെ ക്ലയന്റ് സർവറിൽ കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റ് വരും. റിക്വസ്റ്റ് മേടിച്ചിട്ട് നമ്മൾ റെസ്പോൺസ് അയക്കണം, കണക്ഷൻ ക്ലോസ് ചെയ്യണം. ഇതിന് കണക്ട് ചെയ്ത് നിൽക്കില്ല. ഓക്കെ ആണല്ലോ. ഇവിടെ റെസ്റ്റോർട്ട് റൈറ്റ് കൊടുത്തു, എൻഡ് കൊടുത്തു. ഞാനിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഞാനൊന്ന് റിക്വസ്റ്റ് അയക്കുന്നു. എന്താ കിട്ടി നോക്കിയാൽ ഹലോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് റെസ്പോൺസ് ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഒന്ന് കൂടുതൽ വേണം റൈറ്റ് ചെയ്യാം. ഹലോ ഹായ്. ഇതൊക്കെ ബേസിക് ആണ്. ബേസിക് ടൈപ്പ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യാം, കണക്ഷൻ ചെയ്യാം. എന്നിട്ട് ഞാനൊന്ന് കൃത്യത വരുന്നുണ്ടോ, കഴിഞ്ഞതായിരിക്കും റിസ്റ്റാർട്ട് ചെയ്യണം അല്ലേ. നമുക്ക് റിസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എല്ലാം വന്നു. ഹലോ ഹായ് എല്ലാം ഉണ്ട്, കണ്ടോ. ടെക്സ്റ്റ് ആണ്, പൊസിഷൻ വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്. ഇതേ സെയിം ഇപ്പോൾ നമ്മൾ URL നമ്മൾ എന്ത് ചെയ്യാം, ഫെച്ച് റിക്വസ്റ്റ് നമുക്ക് റെസ്പോൺസ് കിട്ടും. എന്തായാലും ഹലോ ഹായ് ഒക്കെ വരാം. നമ്മൾ റിയാക്ട് ചെയ്തില്ലേ, റിയാക്റ്റിൽ നമ്മൾ ഫെച്ച് റിക്വസ്റ്റ് ചെയ്തില്ലേ. അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്തത്, നമ്മൾ HTTP:// അതുപോലെ HTTP:// localhost/3000 റിക്വസ്റ്റ് അയച്ചാൽ നമുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടും, ഹലോ ഹായ് ABC കിട്ടും. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് എല്ലാ സർവറിലും റൺ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നോട്ട് ചെയ്തു, ചില വേറെ ലാംഗ്വേജ് ആയിരിക്കാം. അപ്പം ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് അയച്ചാൽ അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യും. മനസ്സിലായി. പക്ഷെ നമ്മൾ അന്ന് ചെയ്ത സമയത്ത് നമ്മൾ ആ ഒരു മീൽസ് അയച്ചപ്പോൾ മീൽസ് വന്നു, സ്ലാഷ് വേറെ അയച്ചപ്പോൾ വേറെ വന്നു, ഇല്ല കാറ്റഗറി അയച്ചപ്പോൾ കാറ്റഗറി വന്നു. അതിനൊക്കെ എന്തുണ്ട്, ഇവിടെ നമ്മൾ അതിന്റെ കണ്ടീഷൻ ചെയ്തു. അയക്കുന്ന റിക്വസ്റ്റിന്റെ പാത്ത് നോക്കിയിട്ട് ഇതാണെങ്കിൽ ഇത് വയ്ക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ട്രൈ നോക്കിയേ. ഹോസ്പിറ്റലിലെ അത് വേറെന്തോ സാധനം. അത് എന്താ നീ ചിലപ്പോൾ കൺസോൾ അടിച്ചപ്പോഴേ 3-4 നല്ല ബഡ്ജറ്റ് അല്ലേ അവര്. നമുക്ക് നോക്കാം. റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. കുറെ ട്രിം ചെയ്തെന്ന് പറഞ്ഞു കേരളത്തിലെ കാര്യം. തെലുങ്കില് 2.25 മണിക്കൂർ വേണം, ഇവിടെ 2.25 മണിക്കൂറുള്ളൂ. സോറി 3.25 മണിക്കൂറുണ്ട്, ഇവിടെ 3.25 ഉള്ളു. അവിടെ 3.25 ഇവിടെ എന്ത് റിക്വസ്റ്റ് നമ്മൾ ആ ഡേറ്റ സെറ്റ്. പക്ഷേ റിക്വസ്റ്റിന്റെ കൂടെ ഏത് കമ്പ്യൂട്ടർ വെച്ചാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, കുറെ ഡേറ്റ പോകുന്നത്. നമ്മൾ ബ്രൗസർ കുറെ സാധനം വരുന്നത് നമ്മളായിട്ട് യൂസ് നോക്കുന്നത്. ഹലോ എന്ത് പറ്റി അല്ലേ വരാം. ഓക്കെ, അപ്പം ക്ലയന്റ് സർവറിലേക്ക് അയക്കുന്നതാണ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഹെഡർ ആൻഡ് ഓപ്ഷൻ ഡേറ്റ യൂസറിന്റെ ഡീറ്റെയിൽസ് റിക്വസ്റ്റ് വിളിക്കും. അതാണ് സേവ. സർവർ ഇങ്ങോട്ട് എടുക്കണം, നമ്മുടെ ഡേറ്റ അയക്കണം. ഇത് നമ്മൾ ആ ഒരു മീൽസ് API യൂസ് അയച്ചില്ല അല്ലേ. പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ JSON ബേസ് യൂസ് അയച്ചില്ല, FX API യൂസ് അയച്ചില്ല. നമ്മൾ റിക്വസ്റ്റ് മാത്രമേ അയച്ചുള്ളൂ. ഒക്കെയാണല്ലോ. അപ്പോൾ അതാണ് റിക്വസ്റ്റ് ബോഡി. നമ്മൾ ഡേറ്റ ആ ഒരു സർവറിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അയക്കുന്ന ഡേറ്റ റിക്വസ്റ്റ് ബോഡി പോകാം. അടുത്താണ് റിക്വസ്റ്റ് ഹെഡർ. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നുണ്ട് റിക്വസ്റ്റ് ഹെഡർ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാ, റിക്വസ്റ്റ് മെത്തേഡ് ആൻഡ് ഹെഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന അഡീഷണൽ ഡേറ്റയാണ്. അതിനകത്ത് ഇപ്പം എന്തൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ ഇത് വേണം. അതായത് ഇപ്പം ഇങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു.
ഓക്കെ. ഈ ആപ്ലിക്കേഷൻ സൈനപ്പ് ലോഗിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു യൂസർ റിക്വസ്റ്റ് അയച്ചാൽ ഈ യൂസർ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക റെസ്പോൺസ് അയക്കണോ വേണ്ടത് തീരുമാനിക്കാം. ഓക്കെ. ആ കേസിൽ യൂസർ വാലിഡ് ആണോ ചെക്ക് ചെയ്യാൻ യൂസർ അയക്കുന്ന എല്ലാ റിക്വസ്റ്റിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ടോക്കൺ എന്ന് പറയും, ഒരു ഡേറ്റ അയക്കുന്നുണ്ട്. ടോക്കൺ ആണെന്ന് പറയും, ടോക്കൺ അയക്കും. സ്ട്രിംഗ് ആണ് ടോക്കൺ അയക്കുക, അതൊരു എൻക്രിപ്റ്റ് സ്ട്രിംഗ് ആണ്, അത് ഡിക്രിപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാവും ഓക്കെ ഇത് വാലിഡ് ആണല്ലോ. ഓക്കെ. അപ്പം ഇങ്ങനത്തെ ഡേറ്റ ഒക്കെ നമ്മൾ ഹെഡറിലാണ് അയക്കുക. ഓക്കെ ഉള്ള ബോർഡിൽ അയക്കുന്ന ടിപ്പിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഡേറ്റ, ഹെഡറിൽ നമ്മൾ അഡീഷണൽ ഇൻഫർമേഷൻ തരും. ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത് എന്താ, നമ്മളിപ്പം ലോഗിൻ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ടോക്കൺ അത് നമ്മൾ സെൻഡ് ചെയ്യും. അതായത് ഇപ്പം ഞാനിപ്പോൾ ലോഗിൻ ചെയ്തോ, അപ്പോൾ എനിക്ക് റെസ്പോൺസ് ആയിട്ട് സർവർ ഒരു ടോക്കൺ കിട്ടും. ഞാൻ ഇനി എല്ലാ റിക്വസ്റ്റിന്റെയും കൂടെ ഈ ടോക്കൺ അയക്കാം. സർവർ എപ്പോഴും ഓരോ റിക്വസ്റ്റും സർവർ ചെക്ക് ചെയ്യും. അത് ഒരു സാധനം. ഇനി അടുത്ത വെച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റ അയക്കുന്നു വെച്ചോ, ഏതൊരു ഡേറ്റ പോസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു വെച്ചോ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ റിക്വസ്റ്റ് ബോഡി ഡേറ്റ അയക്കുമല്ലോ. ഇനി ആ അയക്കുന്ന ഡേറ്റയുടെ ഫോർമാറ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡറിൽ സെൻഡ് ചെയ്യാം. മനസ്സിലായി? അപ്പോൾ അങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമ്മൾ എപ്പോഴും ഹെഡർ സെൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി അവിടെ റിക്വസ്റ്റ് മെത്തേഡ് എന്ന് ഒരു സാധനം ഉണ്ടോ. റിക്വസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് റിക്വസ്റ്റ് അയക്കുന്നത് എന്നുള്ളത്. അതായത് റിക്വസ്റ്റ് മെത്തേഡുകൾ കുറച്ച് ടൈപ്പ് ഉണ്ട്. ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ്, ഈ അഞ്ചെണ്ണമാണ് മെയിൻ മെത്തേഡ്സ്. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് ഗെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വെച്ചാൽ സർവറിൽ നിന്ന് ഇങ്ങോട്ട് ഡേറ്റ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നെങ്കിൽ നമ്മൾ മെത്തേഡായിട്ട് എന്തായിരിക്കും ഗെറ്റ് എന്നിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ സർവർ കണ്ടീഷൻ എഴുതും, ഈ മെത്തേഡ് വരുന്നത് ഗെറ്റ് ആണെങ്കിൽ ഇന്നത് ചെയ്യുക. അപ്പോൾ അതിനാണ് ആ മെത്തേഡ് അയക്കുന്നത് നമ്മൾ. മനസ്സിലായോ? അപ്പോൾ അതാണ് മെത്തേഡ്. ഓക്കെ. അപ്പം ഗെറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താ, സർവറിൽ നിന്ന് ഇങ്ങോട്ടാണ് ഡേറ്റ എടുക്കണമെങ്കിൽ ക്ലയന്റ്, അത് സർവറിൽ നിന്ന് ക്ലയന്റിലേക്കാണ് ക്ലയന്റ് ഡേറ്റ എടുക്കണമെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഗെറ്റ് ചെയ്യും. അടുത്താണ് പോസ്റ്റ് മെത്തേഡ്. എന്തായിരിക്കും പോസ്റ്റ്, നമുക്ക് സർവറിലേക്ക് ഡേറ്റ അയക്കാണ് പോസ്റ്റ് മെത്തേഡ്. ഈ പോസ്റ്റ് മെത്തേഡിനാണ് റിക്വസ്റ്റ് ബോഡി ഉള്ളത്. ഗെറ്റ് മെത്തേഡിന് റിക്വസ്റ്റ് ബോഡിയുടെ ആവശ്യമുണ്ടോ ഇല്ല. കാര്യം എന്താ, അവിടെ നമ്മൾ അവിടെ ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് വായിക്കാനില്ല. മനസ്സിലാണോ? അപ്പോൾ അതാണ് പോസ്റ്റ് മെത്തേഡ്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കത്ത്. അടുത്താണ് എന്ത് ഞാൻ പറഞ്ഞത്, ഡിലീറ്റ്. അതിനായിരിക്കും സർവറിലുള്ള ഒരു ഡേറ്റ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അയക്കുന്ന റിക്വസ്റ്റ് ആണ് ഡിലീറ്റ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇല്ല, അതിന് നമ്മൾ ആദ്യം നമ്മൾ എന്താ വെച്ചാൽ അത് URL സെൻഡ് ചെയ്യും. നമ്മൾ ഐഡി സെൻഡ് ഓർമ്മയുണ്ടോ, നമ്മൾ അന്ന് മറ്റേ പ്രൊഡക്റ്റ് കിട്ടിയ സമയത്ത് /23 എന്ന് പറഞ്ഞില്ല, അതേപോലെയാണ് അത് സെൻഡ് ചെയ്യാം. ബോഡിയിലും അയക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഡിലീറ്റ് മെത്തേഡ് സ്റ്റാൻഡേർഡ് നമ്മൾ ആ URL അയക്കണം. നമുക്ക് URL വഴി ഡേറ്റ അയക്കാം. അതിൽ നമുക്ക് വരാം ബോഡി അയക്കാം. അപ്പോൾ URL അയക്കാൻ നമുക്ക് സിംഗിൾ സ്ട്രിംഗ് ഒക്കെ അയക്കാൻ പറ്റുള്ളൂ. വലിയൊരു ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബോർഡിൽ തന്നെ അയക്കാം. ഓക്കെ. അപ്പോൾ അതാണ് ഡിലീറ്റ് മെത്തേഡ്. ഓക്കെ. അവിടെ ബോഡി ഉണ്ടാവില്ല. അടുത്താണ് പാച്ച്, പുട്ട്, രണ്ട് മെത്തേഡ്. അപ്പോൾ രണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള. ഓക്കെ. അപ്പം ഗെറ്റ് പറഞ്ഞു, പോസ്റ്റ്, ഡിലീറ്റ് പറഞ്ഞു, ഇതിനാണ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പാച്ച്, പുട്ട്. ഇത് എന്താ വെച്ചാൽ രണ്ടും ഉപയോഗിക്കുന്ന അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ആദ്യം പാച്ച് പറയാം. പാച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡേറ്റ ആഡ് ചെയ്തു വെച്ചാൽ ഒരു യൂസറിനെ ആഡ് ചെയ്തു, അയാളുടെ നെയിം ആഡ് ചെയ്തു, അയാളുടെ പ്ലേസ് ആഡ് ചെയ്തു, ഏജ് ആഡ് ചെയ്തു. ഏജ് ആഡ് ചെയ്ത് തെറ്റിപ്പോയി വെച്ചാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് ഡിലീറ്റ് ചെയ്യാതെ അത് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇല്ലേ? അപ്പോൾ യൂസറിന്റെ ഏജ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അപ്പം അങ്ങനത്തെ കേസ് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ പാച്ച് ആണ് ഉപയോഗിക്കുക. അപ്പം അവിടെ നമ്മൾ എന്ത് വെച്ചാൽ അവിടെ നമ്മൾ URL വഴി ഏതാണോ പാച്ച് ചെയ്യേണ്ടത് അതിന്റെ ID വയ്ക്കും, സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെലക്ടർ വയ്ക്കും, അതുപോലെ ബോഡിയിൽ പാച്ച് ചെയ്യേണ്ട ഡേറ്റ വയ്ക്കും. അപ്പോൾ അവിടെ പാച്ച് മെത്തേഡിന് ബോഡി ഉണ്ട്, അതുപോലെ URL നമ്മൾ ID വയ്ക്കാം. മീൻസ് ഏതാണോ പാച്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യണ്ടേ, അതാണ് പാച്ച് മെത്തേഡ്. പുട്ടും ഇനി ഡിലീറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ. പക്ഷേ പുട്ടിന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യൂസറിനെ ആഡ് ചെയ്തു, ആ എൻ്റെ യൂസറിന്റെ ഫുൾ ഡേറ്റ മാറ്റി റീപ്ലേസ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ പുട്ട് ഉപയോഗിക്കുക. അതിനകത്ത് ഏതെങ്കിലും 1-2 കീ മാത്രമാണ് വരുന്നെങ്കിൽ നമ്മൾ പാച്ച് ഉപയോഗിക്കും. പൊതുവെ നമ്മൾ എപ്പോഴും പാച്ച് ആണ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ അത് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. മനസ്സിലാവും? ഇത്രയാണ് നമുക്ക് മെത്തേഡ്സ് ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, പാച്ച്. ഓക്കെ ആണല്ലോ. നമ്മൾ ബ്രൗസർ ഉപയോഗിച്ച് എപ്പോഴും അയക്കുന്ന റിക്വസ്റ്റിന്റെ മെത്തേഡ് ഗെറ്റ് ആയിരിക്കും. ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് ഒരു അഡ്രസ് അടിക്കുന്നു, നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നു, അല്ലേ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ അയക്കുന്ന സമയത്ത് ഈ ബ്രൗസർ ഇവിടുന്ന് ഗെറ്റ് റിക്വസ്റ്റ് ആണ് URL അയക്കുക. എപ്പോഴും ബ്രൗസർ എന്താ ചെയ്യുന്നത്, അവിടുന്ന് ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നല്ലേ. അപ്പം ബ്രൗസർ എപ്പോഴും നമുക്ക് ഇനി അത് കൂടുതൽ മെത്തേഡ്സ് അയക്കണമെങ്കിൽ നമ്മൾ വേറെ സാധനം ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പം ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പം ഈ കേസിൽ നമ്മൾ അയക്കുന്നത് എല്ലാം ഗെറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ ആ റിക്വസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് റിക്വസ്റ്റ്. ഓക്കെ. അടുത്താണിത് റെസ്പോൺസ്. ഓക്കെ. മെത്തേഡ് നോക്കും പറഞ്ഞത് ഗെറ്റ് ഉണ്ട്, പോസ്റ്റ് വായിച്ച് നോക്കിയത്. ജസ്റ്റ് വായിച്ച് നോക്കുക, നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് റിക്വസ്റ്റ്. പറഞ്ഞ പോലെ എന്താ ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെഡറിലേക്ക് റിക്വസ്റ്റ് ബോഡി നമ്മൾ അയക്കാൻ പോകുന്നത് എന്താ ഡേറ്റ അല്ലേ. അതേ പോസ്റ്റിനും പാച്ചിനും പുട്ടിനാണുള്ളത്. അത് എഴുതാൻ വേണം പോസ്റ്റ് പാച്ച്. Responsibility. Response refers to the data that a server sends back to the client in response to the HTTP request. The response typically consists of two main parts: response header and response body. ഈ REST ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ റെസ്പോൺസ് അയക്കുക. ഓക്കെ. അപ്പോൾ റെസ്പോൺസിന് എന്തുണ്ട്, റെസ്പോൺസ് ഹെഡർ ഉണ്ട്, റെസ്പോൺസ് ബോഡി ഉണ്ട്. റെസ്പോൺസ് ഹെഡറിനകത്ത് വരാൻ പോകുന്നത് നമ്മൾ അയക്കുന്ന റെസ്പോൺസിന്റെ കണ്ടന്റ് ടൈപ്പ് ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയാണ് അയക്കുന്നത് എന്നൊക്കെ. റെസ്പോൺസ് ബോഡിക്ക് ഡേറ്റ നിങ്ങളിത് ഓർക്കുമ്പോൾ ഇങ്ങനെ അലച്ചാൽ മതി. അത് ഇതൊരു ഒബ്ജക്റ്റ് ആണ് റെസ്പോൺസ്. അതിനെന്തുണ്ട്, ഹെഡേഴ്സ് ഉണ്ട്, അതിന്റെ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. അതുപോലെ എന്തുണ്ട്, ബോഡി ഉണ്ട്, അതിലേക്ക് നമ്മൾ ഡേറ്റ അയക്കാം. ചിലപ്പോൾ അറേ ആയിരിക്കാം അല്ലേ, എന്താ ബോഡി ആയിട്ട് നമ്മൾ ചിലപ്പോൾ അറേ ഒബ്ജക്റ്റ് ആയിരിക്കാം, അറേ ആയിരിക്കാം, അറേ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കാം. ഇങ്ങനെയാണ് പോവാ. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഓക്കെ. റെസ്പോൺസ് ആയിട്ട് പറഞ്ഞേക്കാണ് ആ ഇൻഫർമേഷൻസ് ആണ് പാസ് ചെയ്യുന്നത്. നമുക്ക് അത് ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് ഒരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ലേ, നമ്മൾ എപ്പോഴും റെസ്പോൺസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ആണല്ലോ, നമ്മൾ സ്റ്റാറ്റസ് കോഡ് എന്ന് സാധനമുണ്ട്. അതെ, അതെന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മളിപ്പം ഒരു റിക്വസ്റ്റ് ഒന്ന് റെസ്പോൺസ് ചെയ്യുമ്പോൾ അതിനെ കൊടുത്ത് ഒരു കോഡ് ആയിരിക്കും, അതിനാണ് സ്റ്റാറ്റസ് കോഡ് എന്ന് പറയാം. ഈ കോഡ് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഈ റെസ്പോൺസിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കോഡ്. അതായത് നമ്മൾ റിക്വസ്റ്റ് അയച്ചു,
റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ റെസ്പോൺസ് ഫെയിലിയർ ആവാം. നമ്മൾ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ എന്തെങ്കിലും സാധനം എന്താ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ പോസ്റ്റ് ആയില്ല, മീൻസ് എന്താ അത് ഫെയിലർ ആണ് അല്ലേ. അപ്പോൾ ഇത് പോസ്റ്റ് ആയില്ല നമുക്ക് ഒരു മെസ്സേജ് കാണാം, പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കമ്പയർ ചെയ്യാനൊക്കെ ഒരു കോഡ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. കാര്യം എന്താ ചെയ്യുമ്പോൾ റിക്വസ്റ്റ് അയച്ചു റെസ്പോൺസ് വന്നു, അപ്പോൾ ഈ റെസ്പോൺസ് എത്തുള്ള കോഡ് ഇന്നതാണെങ്കിൽ ഓക്കെ ഇന്ന് ചെയ്യാം, എൽസ് കോഡ് ആണെങ്കിൽ ഇത് ചെയ്യാം എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ലോജിക് എഴുതി വെക്കാം. അതിനാണ് ഈ കോഡ്. ഓക്കെ, ഇപ്പം റെസ്പോൺസ് കോഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത്, ഈ സ്റ്റാറ്റസ് കോഡ് തന്നെ പല ടൈപ്പ് ഉണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ 200 നമ്പേഴ്സ് ആണ്. 200 എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ഓക്കെ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, റെസ്പോൺസ് ആയിട്ട് മെസ്സേജ് വരും എന്തായാലും, അതിനോട് സ്റ്റാറ്റസ് കോഡ് വന്നു കഴിഞ്ഞാൽ 200 ആണ്. അതിനർത്ഥം എന്താ, നമ്മൾ അയച്ച റെസ്പോൺസ് സക്സസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് എൻഡിൽ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തൊക്കെ കോഡ് എഴുതാം. അതിനാണ് ഇത് ഉപയോഗിക്കാം. മനസ്സിലായി? ഫ്രണ്ട് എൻഡിൽ വന്നിട്ട് നമുക്ക് മെസ്സേജ് ഉണ്ട്, അവർക്ക് എന്ത് മെസ്സേജ് അയക്കാലോ, സക്സസ്ഫുൾ നയിക്കാം, അല്ലെങ്കിൽ എന്താ സക്സസ്ഫുൾ ആർഡർ നയിക്കാം. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഓക്കെ റെസ്പോൺസിന്റെ സ്റ്റാറ്റസ് കോഡ് 200 ആണെങ്കിൽ ഓക്കെ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും എന്തായിരിക്കും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാറ്റസ് കോഡ്. 200 മീൻസ് എന്താ ഓക്കെ. അതുപോലെ 404 നിങ്ങൾ കേട്ടില്ലേ, അത് നോട്ട് ഫൗണ്ട്. അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സെർവറിലേക്കല്ലേ, ആ സെർവറിന്റെ URL ഇല്ലാന്ന് വെച്ചാൽ URL നമ്മൾ തെറ്റിപ്പോയി, അപ്പോൾ ഉള്ള റെസ്പോൺസ് ആണ് എന്ത് 404 നോട്ട് ഫൗണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ 500 ഉണ്ട്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സെർവറിൽ എന്തെങ്കിലും അടിച്ചു, അപ്പോൾ ഒരു റെസ്പോൺസ് ആണ് 500 മീൻസ് ഇന്റേണൽ സെർവർ. അങ്ങനെ ഒരുപാട് സ്റ്റാറ്റസ് കോഡ് നോക്കാം. ഇതൊക്കെയാണ് സ്റ്റാറ്റസ് കോഡ്. പിന്നെ കണ്ടന്റ് ടൈപ്പ് അറിയാലോ, അതായത് വരുന്ന റെസ്പോൺസിന്റെ ബോഡിക്കകത്തുള്ള കണ്ടന്റ് ടൈപ്പ് അതേതാണെന്ന് സ്പെസിഫൈ ചെയ്യുക. HTML ആണ് HTML. അപ്പോൾ ഇതെന്താണ് അയക്കുന്നത് വെച്ചാൽ ഇത് റിസീവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, നമ്മൾ ബ്രൗസർ ആണ് ഉപയോഗിക്കുന്നത്, ബ്രൗസർ അല്ലെങ്കിൽ നമ്മൾ ഒരു ആപ്പ് ആണെങ്കിൽ ആപ്പ്, നമ്മൾ എവിടെയാണ് ഈ റിക്വസ്റ്റിന്റെ റെസ്പോൺസ് നമ്മൾ ഫ്രണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലാണ് നമ്മൾ ബ്രൗസറിലാണ് കാണിക്കുന്നത്, പക്ഷേ ആ ആപ്ലിക്കേഷനകത്താണ് ഡയറക്റ്റ് നമ്മൾ റിസീവ് ചെയ്യുക. ഈ കേസിൽ നമ്മൾ ഡയറക്റ്റ് ബ്രൗസർ റിസീവ് ചെയ്തു, മറ്റേ അങ്ങനെയല്ല നമ്മൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യും. നമ്മുടെ ഫെക്സ് റിപ്പീഡ് കാർഡൊക്കെ അപ്പം അവിടെ റിസീവ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണോ അവർക്ക് ഈ കണ്ടന്റ് ടൈപ്പ് മനസ്സിലാൻ വേണ്ടിയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൗസറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടെ അയച്ചത് ടെക്സ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ബ്രൗസറിനെല്ലാം അയക്കുന്ന ഡേറ്റയ്ക്ക് അത് മനസ്സിലാവും എന്താണ് കണ്ടന്റ് ടൈപ്പ്. നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടന്റ് ടൈപ്പ് അയക്കല്ലോ, കണ്ടന്റ് ടൈപ്പ് HTML ആണ് അയക്കുന്നത് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും, ഈ ബ്രൗസറിന് മനസ്സിലാക്കി വന്നേക്കുന്ന കണ്ടന്റ് HTML ആണ്. അപ്പം HTML കാണിക്കുന്നത് കാണിക്കും. മനസ്സിലായി? നീ ഞാൻ അയക്കുന്നത് JSON ആണ് വെച്ചോ, അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ കണ്ടന്റ് ടൈപ്പ് സ്പെസിഫൈ ആണ് JSON. അപ്പോൾ ഈ ബ്രൗസർ റിക്വസ്റ്റ് റെസ്പോൺസ് ചെയ്യുമ്പോൾ കണ്ടന്റ് ടൈപ്പ് നോക്കും, കണ്ടന്റ് ടൈപ്പ് JSON ആണുള്ളെങ്കിൽ JSON എങ്ങനെ കാണിക്കണം അങ്ങനെ കാണിക്കും. അപ്പോൾ JSON കാണിക്കുന്നത് കണ്ടില്ലെന്ന് നമ്മൾ ഫെക്സ് റിപ്പീഡ് അയക്കുന്ന സമയത്ത് വേറെ രീതിയാണ് കാണിക്കുന്നത്, അപ്പം HTML ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നത് വേറെ രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കണ്ടന്റ് ടൈപ്പ് നമ്മൾ അയക്കുന്നത്. പൊതുവെ എല്ലാ ബ്രൗസറിനും മനസ്സിലാവും, ഓട്ടോമാറ്റിക്കലി നമ്മൾ അയച്ചില്ലെങ്കിൽ മനസ്സിലാവും, ആ കണ്ടന്റ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിന്റെ ആ ഒരു ടൈപ്പ് നോട്ട് സ്പെസിഫൈ ചെയ്താൽ സ്പീഡ് ആവും കുറച്ചുകൂടെ അല്ലേ. അടുത്താണ് സർവർ ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ, എവിടെയാണ് അയച്ചത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വേണേൽ കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഹെഡറിൽ കാണാം. പിന്നെ റെസ്പോൺസ് ബോഡി, നമ്മൾ റെസ്പോൺസ് ബോഡി നമ്മൾ റെസ്പോൺസ് അയക്കുന്നത് റെസ്റ്റ് റൈറ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്താ അയക്കുന്നത് അതാണ് റെസ്പോൺസ് പോകാം ഇല്ലേ. ഇപ്പോൾ റെസ്റ്റ് റൈറ്റ് ഹലോ, റെസ്റ്റ് റൈറ്റ് നിങ്ങളുടെ വേൾഡ് നിർത്താൻ ഹലോ വേൾഡ് എന്ന് വരും. എന്നിട്ട് റെസ്പോൺസ് അയക്കുന്നത് എൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റെസ്പോൺസ് അയച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ കണക്ഷൻ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് പിന്നെ അവിടെ പ്രതീക്ഷിക്കും എന്തോ വരാനുണ്ട്. നമ്മളോട് റിക്വസ്റ്റ് അയക്കുന്നു, റെസ്പോൺസ് വന്നിട്ട് നമ്മൾ പറയണം റെസ്പോൺസ് അയച്ചു കഴിഞ്ഞു ഇത്ര ഉള്ളൂ കാണാം, അല്ലെങ്കിൽ എന്ത് ആ ബ്രൗസർ കിടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇനി വരാനുണ്ട്. അപ്പോൾ അതാണ് സംഭവം, അതാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റെസ്പോൺസ് ഒക്കെ കറക്റ്റ് അയക്കാം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, റെസ്പോൺസ് അയക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആദ്യമേ നമ്മൾ ഹെഡർ അയക്കുന്നുണ്ടെങ്കിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ 2 പാർട്ട് ഉണ്ട്, റെസ്പോൺസ് ഹെഡ് ഉണ്ട്, ബോഡി ഉണ്ട്. നമ്മൾ റൈറ്റിൽ അയക്കുന്ന എല്ലാം ബോഡിയിലാണ് പോവുക. ഓക്കെ, റെസ്പോൺസിന്റെ ബോഡിയാണ് അതെല്ലാം അവിടെ പോവുക. നമുക്കിപ്പം റെസ്പോൺസിന് ഒരു ഹെഡർ അയക്കണം വെച്ചാൽ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹെഡ്. ഓക്കെ, റൈറ്റ് ഹെഡ് ഉപയോഗിച്ചിട്ട് റെസ്റ്റ് റൈറ്റ് ഹെഡ് കൊടുക്കുക. നമ്മൾ ആദ്യം അയക്കുന്ന ഹെഡർ ആയിരിക്കും, പിന്നെ ബോഡി അയക്കുള്ളൂ. കാര്യം ബോഡി അയച്ചിട്ട് പിന്നെ ഹെഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ റൈറ്റ് ഹെഡ് കൊടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് സ്റ്റാറ്റസ് കോഡ് അയക്കാം. ഓക്കെ ആണ് 200, ഓക്കെ അല്ലെങ്കിൽ ഇപ്പം എന്താ 500 അയക്കാം സർവർ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതാണ് ആദ്യം അയച്ചത് കോമ. പിന്നെ നമ്മൾ അയക്കുന്നതാണ് എന്ത് റെസ്പോൺസ് ഹെഡറിനകത്തുള്ള ഡീറ്റെയിൽസ്. ഇവിടെ നോക്കി, ഇവിടെ കണ്ടന്റ് ടൈപ്പ് എന്ന് പറഞ്ഞ കീഴിൽ ടെക്സ്റ്റ്/പ്ലെയിൻ, അതായത് പ്ലെയിൻ ടെക്സ്റ്റ് ആണ് അയക്കുന്നത് എന്നാണ്. ഓക്കെ, അതുപോലെ സ്റ്റിമ്മർ ഇൻഫർമേഷൻ കൊടുത്താൽ സർവർ എന്ന് പറഞ്ഞ കീഴിൽ Node.js സർവർ. ഓക്കെ, ഇതാണ് ഹെഡർ അയക്കുന്ന രീതി. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ട് റെസ്പോൺസിന്റെ എന്താ ബോഡി അയക്കുന്നു, എന്ത് ചെയ്യുന്നു. നമ്മളിതൊക്കെ പഠിക്കുന്നെങ്കിലും ഇതൊന്നും നമ്മൾ ചെയ്യാം, നമ്മൾ എക്സ്പ്രസ് ഉപയോഗിച്ചാണ് ചെയ്യാം. ഇതാണ് റോ ആയിട്ട് ചെയ്യുന്നത്. റോ ആയിട്ട് നമ്മൾ HTML ഉപയോഗിച്ചാണ് ചെയ്യാം, ഷാരി HTML ഉപയോഗിച്ച് ചെയ്യാറില്ല. അതിന് ബെറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്രസ് ഉപയോഗിച്ച് ചെയ്യാം. എക്സ്പ്രസ് വർക്ക് ചെയ്യുന്നത് HTML ബേസിലാണ്. പക്ഷേ നമ്മൾ നമ്മൾ റോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പ്രസ് ഉപയോഗിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് പഠിച്ചു വന്നോളൂ. നമുക്ക് ഇതുണ്ടായി നോക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയത് ഹെഡ് ടൈപ്പ് നോക്കിയേ, ഇവിടെ കണ്ടോ, ഇവിടെ കോഴ്സിന്റെ കാര്യം അറിയാം. കണ്ടന്റ് ടൈപ്പ് നോക്കിയേ, കീം ഇത് ജാസ്ക്രിപ്റ്റ് ടൈപ്പ്, പക്ഷേ അവിടെ കീ കോഴ്സ് ടൈപ്പ് ഉണ്ട്. അതിന് കാര്യം വെച്ചാൽ കണ്ടന്റ് ടൈപ്പ് നോക്കിയേ, അതിന്റെ കീ നോക്കിയേ, കണ്ടന്റ് ഐഫൺ ടൈപ്പാണ്. ഐഫൺ നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസുകൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും. അതായത് ഐഫൺ എന്ന് പറയുന്ന സാധനം നമുക്ക് കീ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് പറഞ്ഞില്ലേ ജാസ്ക്രിപ്റ്റ് വേരിയബിൾ ആയിട്ട് നമുക്ക് ഐഫൺ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഉപയോഗിക്കാൻ സിമ്പിൾ ആയിരിക്കാം $_$. അതല്ലാത്ത നമ്മൾ പക്ഷേ ഈ കീയിലാണ് കണ്ടന്റ് അയക്കേണ്ടത്. അങ്ങനത്തെ കേസിൽ നമ്മൾ ഇങ്ങനെ കോഴ്സ് ഇട്ട് അയച്ചാൽ അത് വർക്കാവും. നീ ആയിക്കോട്ടെ നോക്കണം. ശരി, എല്ലാവരും കിട്ടിയില്ലേ? കോമൺ കണ്ടന്റ് ടൈപ്സ് നോക്കി. ഒന്നാമത്തെ നോക്കി ടെക്സ്റ്റ്/പ്ലെയിൻ നമ്മളിപ്പോൾ യൂസ് ചെയ്തത് അല്ലേ. പിന്നെ അടുത്ത് നോക്കിയാൽ ടെക്സ്റ്റ്/HTML നോക്കി. നിങ്ങളിപ്പോൾ ചെയ്തില്ലേ? ഇപ്പോൾ ചെയ്തായിരുന്നു ടെക്സ്റ്റ്/പ്ലെയിൻ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടന്റ് ടൈപ്പ് എങ്ങനെയാണ് നോക്കാം. ഞാൻ ഇവിടുന്ന് റെസ്പോൺസ് അയക്കാണ്. ഓക്കെ, അപ്പം റെസ്റ്റ് ഡോട്ട് റൈറ്റ് ഹെഡ് സ്റ്റാറ്റസ് കോഡ് 200 കോമ കണ്ടന്റ് ടൈപ്പ്.
ടെക്സ്റ്റ് സ്ലാഷ് HTML കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് റെസ്പോൺസ് അയക്കുന്നു. റെസ്പോൺസിനകത്ത് ഒരു H1 അയക്കുന്നു. വെൽക്കം, ചുമ്മാ ഇങ്ങനെ അയക്കുന്നു. ഓക്കെ, ഇവിടുന്ന് ഞാൻ അഡ്രസ് കൊടുക്കുന്നു. റിഫ്രഷ് ചെയ്താൽ HTML ആയിട്ട് കാണിക്കും. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ആ കണ്ടന്റ് ടൈപ്പിൽ സ്പെസിഫൈ ചെയ്തത് HTML ആണ്. ഇതില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല സെർവർ അത് കാണിക്കും. ഇത് HTML ഫുള്ള് പറയാം. ഓക്കെ, ഇപ്പം ഞാൻ നോക്കിയേ കാര്യം നോക്കിയേ ഞാൻ പേനാക്കില്ലേ. അപ്പോൾ അത് പേനാക്കുമ്പോൾ പെയിൻ കാണിക്കും. അതൊന്നും ആക്കിയില്ലെങ്കിൽ അത് HTML കാണിക്കും. മനസ്സിലാവും. ഓക്കെ, സ്പെസിഫൈ അത് സ്പെസിഫൈ കാണിക്കും. അത് നോക്കിയേ കണ്ടത്. ഓക്കെ, കുറച്ച് ഡേറ്റ ഉണ്ട്. നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഡേറ്റ സെൻഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും? ജേസൺ ഫോർമാറ്റിലാണ് സെൻഡ് ചെയ്യാം. ജേസൺ ഫോർമാറ്റ് സെൻഡ് ചെയ്യാൻ കാര്യം ജേസൺ ഫോർമാറ്റ് എല്ലാ ലാംഗ്വേജും സെൻഡ് ചെയ്യും. ജാസ്ക് ആയിട്ടും സെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജേസൺ ഫോർമാറ്റിലാണ് സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, ഇതിനെ സ്ട്രിംഗ് ആകും സെൻഡ് ചെയ്യുന്നു. ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ സ്ട്രിംഗ് ആകും സെൻഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ആ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സെൻഡ് ചെയ്യണം. ജേസൺ സെൻഡ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? കണ്ടന്റ് ടൈപ്പ് മാറ്റിയിട്ട് application/json നടത്തും. ഓക്കെ, എന്നിട്ട് ഈ എൻഡിലെ നമ്മൾ കുറെ റൈറ്റ് ചെയ്തു, പിന്നെ രണ്ടാമത് റൈറ്റ് ചെയ്തു, മൂന്നാമത് റൈറ്റ് ചെയ്തു, ഇങ്ങനെ നമുക്ക് റൈറ്റ് കൊണ്ട് എഴുതാം. നമുക്ക് റൈറ്റ് വേണ്ടെങ്കിൽ റൈറ്റ് ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് സെൻഡ് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എൻഡിൽ തന്നെ വേണമെങ്കിൽ ഡേറ്റ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വേണ്ട കോൺസ്റ്റ് അതിനെ കൺവേർട്ട് ചെയ്യണം. ജേസൺ ഡാറ്റ ഈക്വൽ ടു എന്താ നമ്മുടെ ഈ ഡേറ്റ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വന്നിട്ട് ജേസൺ ഡോട്ട് സ്ട്രിംഗിഫൈ എന്ന് വിളിക്കാം. ഓക്കെ, എന്നിട്ട് ബാക്കിൽ ഡാറ്റ കൊടുക്കാം. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യും. ജേസൺ ആക്കിയിട്ട് ജേസൺ ഡാറ്റ കാണും. നമ്മൾ ഇത് ഇവിടെ എൻഡിൽ ജേസൺ ഡാറ്റ സെൻഡ് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ തന്നെ ചുമ്മാ ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഡേറ്റ വന്ന് എങ്ങനെ നോക്കിയാൽ ജേസൺ ആയിട്ട് അത് ഇവിടെ ജേസൺ കാണിക്കുന്നത് കാണിച്ചു. കണ്ടോ? ഇവിടെ നോക്കിയത് പഠിത്തം നോക്കാം. സ്റ്റാറ്റസ് കോഡുകൾ നോക്കാം. കിട്ടിയില്ലാകും വായിച്ചു നോക്കിയേ. ഇപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്യാതെ ഒരു റൗട്ട് ആക്സസ് ചെയ്യാൻ നോക്കി. പക്ഷേ ആ റൗട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ അത് ലോഗിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫോർനോട്ട് ഉണ്ടായിരിക്കാം. അൺഓതറൈസ്ഡ് ആണ്. ഇനി ഫോർനോട്ട് 3 നോക്കാം. അപ്പോൾ അത് സെർവർ തന്നെയാണ്. പക്ഷേ ഞാൻ ലോഗിൻ ചെയ്തു. പക്ഷേ എനിക്ക് പെർമിഷൻ ചിലപ്പോൾ അഡ്മിൻ മാത്രമുള്ള റൗട്ടായിരിക്കും. ഒരു യൂസറിന് പെർമിഷൻ കാണില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫോർനോട്ട് ചെയ്യാം. അടുത്തത് ഫോർനോട്ട് 4 നോട്ട് ഓൺ. അത് നോക്കിയേ. അതായത് നമ്മൾ റിക്വസ്റ്റ് അയച്ചു, ആ റിക്വസ്റ്റ് അയക്കുന്ന ആ ഒരു URL ഇല്ല. നമ്മൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഫോർനോട്ട് ഓൺ അയക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ 500 ഇന്റർ സെർവർ വായിക്കുന്നത്. അതായത് നമ്മൾ സെർവറിനകത്ത് എന്ത് അടിച്ചാലും നമ്മൾ അയക്കാൻ 500 ആയിരിക്കും. നമ്മൾ റിക്വസ്റ്റ് അയച്ച സമയത്ത് നമ്മൾ കൂടുതൽ അടിച്ചു. അപ്പോൾ നീ നോക്കിച്ചേക്കാം സെർവറാണ് 501. അതായത് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന ആ ഒരു URL ഇമെയിൽ ആയിട്ടില്ല, ചെയ്യാൻ പോകുന്നതായിട്ടില്ല. പിന്നെ 503 അതായത് സർവീസ് ആണ് ഡൗൺ ആവില്ല. ആ സമയത്ത് അവർ സെർവർ ഓഫ് ചെയ്യും. കാര്യം അവർക്ക് വേറെ മെയിൻസ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് 503 ആയിരിക്കും. നമ്മൾ മെയിൻ അയക്കുന്ന 500 400 403 404 പിന്നെ 401 പിന്നെ 200 ഇതാണ് മെയിൻ യൂസ് ചെയ്യുന്നത്. ബാക്കി ലിസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് കൂടുതലുണ്ട്. ഇതാണ് സ്റ്റാറ്റസ് കോഡ്. മനസ്സിലാക്കുക. അടുത്ത റൗട്ടിങ്, അതായത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ആ എന്താ URL ആക്സസ് സമയത്ത് നമ്മൾ സെയിം എന്താ ഡൊമൈൻ ആയിരിക്കും. പക്ഷേ സ്ലാഷ് എന്താ പ്രൊഡക്റ്റ് ആയിരിക്കും പ്രൊഡക്റ്റ് വരും. സ്ലാഷ് പ്രൊഡക്റ്റ് സ്ലാഷ് ആയിരിക്കും ഒരു പ്രൊഡക്റ്റ് വരും. സ്ലാഷ് മീൻസ് ആയിരിക്കും മീൻസ് വരും. സ്ലാഷ് എന്താ കാറ്റഗറി കാറ്റഗറി അല്ലേ. അതിനാണ് റൗട്ടിംഗ്. അതായത് ഓരോ URL ഉള്ള ഓരോ റൗട്ടിനനുസരിച്ച്